ഇടതടവില്ലാതെ വാഹനങ്ങൾ ഓടുന്ന ഹൈവേയിൽ സീബ്ര ലൈൻ വരച്ച് കുട്ടികൾക്ക് സുരക്ഷയൊരുക്കി മാതൃകയായിരിക്കുകയാണ് വയനാട് മാനന്തവാടി സെന്റ് ജൂഡ് ഇടവക അയൽക്കൂട്ടം പ്രവർത്തകർ. സുൽത്താൻ ബത്തേരി മൂലങ്കാവ് ക്ലൂണി പബ്ലിക് സ്കൂളിന് മുന്നിലെ കോഴിക്കോട് മൈസൂർ നാഷണൽ ഹൈവേ 766ലാണ് സീബ്ര ലൈൻ തീർത്തത്. വിദ്യാർത്ഥികൾ റോഡ് കുറുകെ കടക്കുമ്പോൾ അപകട സാധ്യത ഏറെ ആയതിനാൽ അധികാരികളോട് നിരന്തരം പരാതി പറഞ്ഞിട്ടും നടക്കാത്തതിനാലാണ് അയൽക്കൂട്ടം പ്രവർത്തകർ ഈ ഉദ്യമത്തിന് മുതിർന്നത്. സുൽത്താൻ ബത്തേരി മൂലങ്കാവ് ക്ലൂണി പബ്ലിക് സ്കൂളിന് മുന്നിലെ കോഴിക്കോട് മൈസൂർ ദേശീയപാത 766ലാണ് സീബ്ര ലൈൻ വരച്ച് സെന്റ് ജൂഡ് ഇടവക അയൽക്കൂട്ടം പ്രവർത്തകർ സമൂഹത്തിന് മാതൃകയായത്. സീബ്ര ലൈനിന്റെ അഭാവം ക്ലൂണി പബ്ലിക് സ്കൂളിലെ കുട്ടികൾക്ക് പാത കുറുകെ കടക്കുന്നതിൽ ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു. നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുന്നത് അപകട സാധ്യതയും വർദ്ധിപ്പിച്ചു. സീബ്ര ലൈൻ വരയ്ക്കുന്നതിന് ബന്ധപ്പെട്ടവർക്ക് സ്കൂൾ അധികൃതർ നിരന്തരം അപേക്ഷ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഈ സാഹചര്യത്തിലായിരുന്നു സിസ്റ്റർ അർച്ചന SJC അയൽക്കൂട്ടം ഭാരവാഹികളുമായി സംസാരിച്ച് ഇടപെടലുണ്ടായത്. 1807 ഫ്രാൻസ് നാട്ടിൽ വാഴ്ത്തപ്പെട്ട ആൻമാരി ഷൗഖിയാൽ സ്ഥാപിതമായ ക്ലൂണി സന്യാസ സമൂഹത്തിന്റെ ബാംഗ്ലൂർ പ്രോവിൻസിന്റെ മാനന്തവാടി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്ലൂണി പബ്ലിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് മൈസൂർ ഹൈവേയുടെ സമീപത്താണ്. പ്രീ KG മുതൽ 10ാം ക്ലാസ് വരെ 400-ലധികം കുട്ടികളും അധ്യാപകരും ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. റോഡ് അപകടങ്ങൾ കൂടുതലായ ഈ ഒരു കാലത്ത് ഞങ്ങളുടെ കുട്ടികളുടെ സുരക്ഷയ്ക്കായി ഒരു സീബ്ര ലൈൻ ഒരുക്കി തരണമെന്ന് സർക്കാർ ഇതര സ്ഥാപനങ്ങളിൽ നേരിട്ടും അപേക്ഷ മൂലവും സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഇല്ലാതായപ്പോൾ ഞങ്ങളുടെ സെന്റ് ജൂഡ് ഇടവക ദേവാലയത്തിന്റെ അയൽക്കൂട്ട അംഗങ്ങളോട് ഈ ആവശ്യം സിസ്റ്റർ അർച്ചന SJC അറിയിച്ചപ്പോൾ ഈ സംഘത്തിന്റെ പ്രസിഡന്റായ വിളക്കുകുന്നേൽ സണ്ണിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കായി സീബ്ര ലൈൻ ഒരുക്കി തന്നതിന് ഞങ്ങൾ എന്നും നന്ദിയുള്ളവരായിരിക്കും. ഇന്ന് സുരക്ഷിതമായി ഞങ്ങളുടെ കുട്ടികൾ സീബ്ര ലൈൻ ഉപയോഗിച്ച് റോഡ് മുറിച്ചു കടക്കുന്നു. അതിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. കോഴിക്കോട് നിന്ന് ആളുകളെ എത്തിച്ചാണ് ലൈൻ വരച്ചത്. അയൽക്കൂട്ടം പ്രസിഡന്റ് സണ്ണി വിളക്കുന്നേൽ, ആക്ടിംഗ് പ്രസിഡന്റ് സുനി റാത്തപ്പള്ളി, സെക്രട്ടറി വർഗീസ് മോളത്ത്, ജോണി കുപ്പമ്പള്ളി, മാത്യു പുത്തൻപുര, എൽദോ തോട്ടത്തിൽ, ഷാജി കന്നുതൊട്ടി എന്നിവർ നേതൃത്വം നൽകി. ഷെക്കൈന ന്യൂസ്, വയനാട്.